തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. മരിച്ചത് വാഴച്ചാൽ ഉന്നതിയിലെ അംബിക, സതീഷ് എന്നിവർ. ആക്രമണം വനവിഭവം ശേഖരിക്കാൻ പോയപ്പോൾ അതിരപ്പിള്ളിയിൽ നാളെ ഹർത്താൽ. സർക്കാർ നിസ്സംഗരാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇടുക്കി നേര്യമംഗലത്ത് KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരു മരണം. മരിച്ചത് കീരിത്തോട് സ്വദേശി അനീറ്റ. 15 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് കുമളിയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന ബസ്. മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് EDക്ക് കൈമാറും. ഉത്തരവിട്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി. നടപടി EDയുടെ അപേക്ഷ പരിഗണിച്ചു. മുതലപ്പുഴയിൽ മണൽ നീക്കം ഇരട്ടി വേഗത്തിലാക്കാൻ കരാറുകാരന് ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശം. നടപടി മത്സ്യത്തൊഴിലാളിയുടെ പ്രതിഷേധത്തിന് പിന്നാലെ. CITUവിന്റെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചു. സംയുക്ത സമരസമിതിയുമായി മന്ത്രി സജി ചെറിയാൻ നാളെ ചർച്ച നടത്തും. KK രാഗേഷ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി. തീരുമാനം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രിയും MV ഗോവിന്ദൻ മാസ്റ്ററും. രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിയും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 65-ാം ദിവസത്തിൽ. ഓണറേറിയം കൂട്ടിയ തദ്ദേശ സ്ഥാപന ഭരണാധികാരികളെ ആദരിക്കാൻ സമരസമിതി. പരിപാടി ഈ മാസം 21-ന്. പ്രതിഷേധം കടുപ്പിച്ചിട്ടും വനിതാ CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിക്കാതെ സർക്കാർ. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകാൻ വെറും 4 ദിവസങ്ങൾ മാത്രം ബാക്കി. കാസർകോട് ബേഡകത്ത് തമിഴ്നാട് സ്വദേശി കടയ്ക്കുള്ളിലിട്ട് തീ കൊളുത്തിയ യുവതി മരിച്ചു. മണ്ണടുക്കം സ്വദേശി രമിത മരിച്ചത് മംഗളൂരുവിൽ ചികിത്സയിലിരിക്കെ. രമിതയെ ചിന്നപ്പട്ടണം സ്വദേശി രാമാമൃതം തീ കൊളുത്തിയത് ഈ മാസം 8-ന്. വായ്പാ തട്ടിപ്പ് കേസിൽ പിടിയായ മെഹുൽ ചോക്സിയെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഇന്ത്യ. ED CBI ഉദ്യോഗസ്ഥർ അടങ്ങുന്ന 6-അംഗ സംഘം ബെൽജിയത്തിലേക്ക്. ജാമ്യം തേടി കോടതിയെ സമീപിക്കാനൊരുങ്ങി ചോക്സി അർബുദബാധിതനെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ നൽകും. സംസ്ഥാനത്തിന്റെ സ്വയംഭരണം നിർവചിക്കുന്നതിന് ഉന്നതതല സമിതിയെ നിയോഗിച്ച് തമിഴ്നാട് സർക്കാർ. ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷൻ. കേന്ദ്ര സംസ്ഥാന വിഷയങ്ങൾ പഠിച്ച് ശുപാർശ നൽകണം. നടപടി ഗവർണർ സർക്കാർ പോരിനിടെ. IPLൽ പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. മത്സരം രാത്രി 7:30 മൊഹാലിയിൽ. ജയം തുടരാൻ കൊൽക്കത്തയും വിജയവഴിയിൽ തിരിച്ചെത്താൻ പഞ്ചാബും ഇറങ്ങും.